എല്ലാവർക്കും നമസ്കാരം. അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 13 മുതൽ നവംബർ 28 വരെ സംഭവിക്കുന്ന ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് മീനക്കൂറുകാർക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മീനക്കൂറിൽ ഉള്ളവർ ഏതൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം, ഈ ഒരു ശനിയുടെ വക്രസ്ഥിതിയെ നിങ്ങൾക്ക് എത്തരത്തിൽ പ്രയോജനപ്രദമായി ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം എന്നിവയാണ് മീനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മീനക്കൂറുകാരെ സംബന്ധിച്ച് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു സമയമാണ്. PSC UPSC പോലുള്ള പരീക്ഷകൾ എഴുതുന്നത്, പല യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് പരീക്ഷകൾ എഴുതുന്നവർ, ഇവർക്കെല്ലാം വളരെ അനുയോജ്യമായ ഒരു സമയമാണ്. നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ച് ഫലങ്ങളുണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ വളരെ കാര്യമായി തന്നെ പ്രവർത്തിക്കാവുന്നതാണ്. കൂടാതെ ഉന്നത ഉദ്യോഗത്തിനായി ഉപരിപഠനം നടത്തുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർ, റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്നവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ഈ കാലയളവിൽ ഉന്മേഷത്തോടെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. നിലവിൽ തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതായത് ഏതെങ്കിലും കാര്യം നമ്മൾ തീരുമാനിച്ച് നമ്മുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയാതെ ബ്ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത് മാറി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായി വരുന്നതാണ്. അതിനുവേണ്ടി തീർച്ചയായും നിങ്ങൾ നന്നായി പരിശ്രമിക്കുക. നിങ്ങളുടെ കാര്യത്തിന് ഒരു നിവൃത്തി ഉണ്ടാകുന്നതാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഇപ്പോൾ നിങ്ങളുടെ ലഗ്നത്തിലാണ്. 7 ശനിയുടെ 2ാം ഘട്ടമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ഉന്മേഷക്കുറവും വൈയായികളും പൊതുവിൽ അനുഭവപ്പെടുന്നൊരു സമയമായിരിക്കും. കാര്യങ്ങൾക്കും കർമ്മത്തിനും തടസ്സമുണ്ടാകുന്ന സമയമായിരിക്കും. കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് അസ്വസ്ഥങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. കൂടാതെ സഹായ സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. എന്നാൽ ഈ വക്രസ്ഥിതി കൊണ്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വന്നു തുടങ്ങുന്നതാണ്. പോസിറ്റീവായി നിങ്ങൾക്ക് ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതായിരിക്കും. ജീവിത പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ, അതിനെല്ലാം ശനി ഒരു നിവൃത്തി നൽകുന്നൊരു സമയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിന്, അത് ചികിത്സയായാലും വ്യായാമ മുറകളായാലും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളണം. മീനക്കൂറുകാരെ സംബന്ധിച്ച് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കർമ്മമേഖലയിൽ വളരെയധികം തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നന്നായി അധ്വാനിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച അധ്വാനം ഭാരം അതിൽ റിസൾട്ട് ഉണ്ടാകുന്നൊരു സമയമായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു അധ്വാന ഭാരം കൂടുന്നതിനനുസരിച്ച് ഭാവിയിൽ നിങ്ങൾക്ക് ഫലം കിട്ടുന്ന രീതിയിലായിരിക്കും ശനി നിങ്ങളെ പ്രവർത്തിക്കുക. അതിനായി നിങ്ങൾ മറ്റൊരു മടിയും കൂടാതെ നിങ്ങളുടെ കർമ്മമേഖലയിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ മനസ്സുകൊണ്ട് ചിന്തിച്ച് വളരെയധികം അധ്വാനത്തോടു കൂടി പരിശ്രമിക്കുക. കൂടാതെ ഈ സമയത്ത് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. കൂടാതെ ബന്ധുബലം, സഹോദരബലം, സുഹൃത്ത് ബലം എന്നിവ ഈ സമയത്ത് വർദ്ധിക്കും. അതായത് ഇത്തരക്കാരെ കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ ശമനം വരാനോ അതിലൊരു നിവൃത്തി കണ്ടെത്താനോ അല്ലെങ്കിൽ അവരിൽ നിന്നെല്ലാം നമുക്കൊരു സഹായം ഉണ്ടാകുവാനോ ഒക്കെ ഒരു സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളവരുമായി എന്തെങ്കിലും ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നൊരു സമയമാണ്. അവരെ കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. കൂടാതെ ഈ സമയം ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ജോലി ചെയ്യുന്നവർക്ക് ഉയരാൻ കഴിയും. ഒരു ടീം ലീഡറായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു നേതൃസ്ഥാനത്തേക്ക് മുന്നോട്ട് വരുവാൻ മീനക്കൂറുകാരായ ആളുകൾക്ക് അവരുടെ കർമ്മമേഖലയിൽ കഴിയുന്നതാണ്. കൂടാതെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്കും ഫലം കാണുന്നതാണ്. കൂടാതെ പ്രണയസാഫല്യം ആരെയെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് സുദൃഢമാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത്. അതിനുവേണ്ടി താല്പര്യപ്പെടുന്നവർ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊള്ളാവുന്നതാണ്. പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് മാറുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് അവരുമായുള്ള ഒരു അഭിപ്രായ വ്യത്യാസം മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുമായി ഇഷ്ടത്തിലാവാനും രമ്യതയിലാവാനും ഈ സമയം വളരെ അനുയോജ്യമായ നേരമാണ്. ഈ സമയം കൂടെ ജോലി ചെയ്യുന്നവരുടെ സഹകരണം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. അതിനാൽ അവരിൽ നിന്നും ഗുണമുണ്ടാകുന്നൊരു സമയമായതിനാൽ ഉചിതമായി പ്രവർത്തിച്ച് നമ്മുടെ പെരുമാറ്റം കൊണ്ടായാലും സംസാരം കൊണ്ടായാലും നമ്മുടെ കർമ്മമേഖലയെ പുഷ്ടിപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊള്ളേണ്ടതാണ്.
നിലവിലുള്ളവർ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുകയോ മിടുക്കരായ പുതിയ ആളുകൾ വന്നു ചേരുകയോ ചെയ്യും. അതായത് ഈ ജോലി ചെയ്യുന്ന നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് പ്രവൃത്തികളും മറ്റും ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ മിടുക്കരായിട്ടുള്ള പുതിയ ആളുകൾ നമ്മുടെ കൂടെ വന്നു ചേരുന്നതാണ്. സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അനുഗുണമായ ഒരു സമയമാണിത്. സന്താനങ്ങൾ ഉപരിപഠനത്തിനും പരീക്ഷാ വിജയത്തിനും തൊഴിൽ വിജയത്തിനും അവസരമുണ്ടാകുന്ന ഒരു സമയവുമാണ്. ഇതിനുവേണ്ടി ഉചിതമായി പ്രയോജനപ്പെടുത്തിക്കൊള്ളണം ഈ അവസരം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. സന്താന ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും ഒരേ സമയം തന്നെ ചെയ്തുകൊള്ളുക. അതിനുവേണ്ടിയുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഗോചര ഫലം കൊണ്ട് നിങ്ങൾക്ക് ഉള്ള ഒരു സമയമാണ്. എല്ലാം പോസിറ്റീവായി വരുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും കൂടെ ചെയ്യുക. കൂടാതെ ഈ സമയം കുടുംബദേവന്മാരെ പ്രാർത്ഥിക്കുന്നതും പൂജകൾ ചെയ്യുന്നതും പിതൃക്കൾക്ക് ബലിയിടുന്നതും കൂടുതൽ ഫലസിദ്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു പുറമെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾക്ക് ആപത്തുകൾ ഉണ്ടാകുന്നൊരു സമയമായിരിക്കും. ആയതുകൊണ്ട് ഈ സമയം പ്രിയപ്പെട്ടവരെ ഒരിക്കലും ശത്രുക്കളാക്കാതെ ഇരിക്കുക. അതായത് ശത്രുസ്ഥാനത്തുള്ളവരെ ഒക്കെ നാശം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ സമയം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആരുടെയാണോ ശത്രുത തോന്നുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു മനസ്സിലുള്ള ശനിയുടെ എനർജി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വേണ്ടപ്പെട്ടവരെ ഒരിക്കലും ശത്രുക്കളായി പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. കൂടാതെ പിതൃസ്ഥാനീയരുടെ അസുഖങ്ങൾ കണ്ടെത്താനും ചികിത്സകൾ ആരംഭിക്കുവാനും കഴിയും. ഇതിന് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അനുഗുണമായിട്ടുള്ള ഒരു ഫലസിദ്ധി റിസൾട്ട് ഉണ്ടാകുന്നതാണ്. കൂടാതെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഉപദേശകരായി ജോലി ചെയ്യുന്നവർ, മാനേജർമാർ, ന്യായാധിപന്മാർ എന്നിവർക്ക് തൊഴിലിടത്തിൽ കൂടുതൽ അംഗീകാരവും പരിഗണനയും ലഭിക്കുന്ന ഒരു സമയമാണ്. വയർ സംബന്ധമായ രോഗങ്ങൾക്ക് ശമനമുണ്ടാവുകയും ടെൻഷൻ, സ്ട്രെസ്സ് എന്നിവ കൊണ്ടുള്ള ഉറക്കമില്ലായ്മയ്ക്ക് ശമനമുണ്ടാവുകയും ചെയ്യും. ആരോഗ്യ പരിപാലനത്തിനായി ധനം ചെലവഴിക്കുന്നതിന് അനുയോജ്യമായ സമയമാണ്. ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണിത്. ഗൗരവപൂർവ്വം മടിയോ ആശങ്കയോ കൂടാതെ കർമ്മം ചെയ്തു കൊള്ളുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒഴിവാക്കാൻ കഴിയുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുക. അതായത് നിങ്ങളുടെ മടിയോ അല്ലെങ്കിൽ അശ്രദ്ധയോ അലസതയോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെ ഒഴിവാക്കി മുന്നോട്ട് പോവേണ്ടതാണ്. ആ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോയി ശനി തീർച്ചയായും നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹം ചൊരിയുന്നതാണ്. മുൻപെല്ലാം പറഞ്ഞതുപോലെ ശനി കർമാധിപനാണ്. കർമ്മത്തിലാണ് ശനി കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീനൻ രാശിക്കാർ കൂടുതൽ കർമ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കർമ്മമേഖലയിൽ അധ്വാനഭാരം കൂട്ടുക. ഈ സമയം നിങ്ങൾ അധ്വാനഭാരം കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഭാവിയിലേക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് 100% ഉറപ്പായ കാര്യമാണ്. ഈ സമയം ശനി നിങ്ങളെ അത്തരത്തിലുള്ള ഒരു രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ട് കർമ്മമേഖലയിൽ നിഷ്ഠയും മറ്റു കാര്യങ്ങളും ചെയ്തു കൊള്ളുക. കൂടാതെ ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന ഒരു പ്രാർത്ഥന, നിങ്ങൾക്ക് ഐക്യമത്യ സൂക്താർച്ചന അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ദമ്പതിമാർ മാത്രമല്ല, മറ്റുള്ള സുഹൃത്തുക്കളുമായോ ബന്ധുജനങ്ങളുമായോ എന്തെങ്കിലും രമ്യതയിലാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉള്ള ഒരു ശക്തമായ പ്രാർത്ഥനയാണ് ഐക്യമത്യ സൂക്താർച്ചന. അതിന് ഈ സമയം ചെയ്യുന്നത് വളരെയധികം ഫലസിദ്ധി നൽകുന്ന ഒന്നാണ്. കൂടാതെ നിങ്ങൾക്ക് ശത്രുതാപരമായിട്ടുള്ള ദോഷമുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രാർത്ഥനയും നിങ്ങൾക്ക് ഈ സമയം ചെയ്യാവുന്നതാണ്. അതും ഫലസിദ്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഈ സമയം മൃത്യുഞ്ജയാർച്ചന, ആയുസൂക്താർച്ചന എന്നിവ ചെയ്യുന്നത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നീങ്ങുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ സമയം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ ഫലസിദ്ധി നൽകുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വ്യക്തിപരമായ സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി വാട്സാപ്പ് മുഖേന കൺസൾട്ടേഷൻ നടത്തുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അംബാകടാക്ഷം ഭവതു.